പോയിക്കൊള്ളാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്യനുമായി യുദ്ധം ചെയ്യുക. അമാലേക്യനുമായിട്ടുള്ള യുദ്ധം ദൈവത്തിന് ഇൻട്രസ്റ്റ് ഉള്ള ഒരു യുദ്ധമാണ്. ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് അമാലേക്യന്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇവിടെ യോശുവയോട് ദൈവം പറയുകയാണ്, മോശ പറയുകയാണ്, നീ യുദ്ധസന്നദ്ധരായ ജനത്തെ തെരഞ്ഞെടുത്ത് അമാലേക്യരുമായി യുദ്ധത്തിന് പോവുക. ഞാൻ എന്തോ ചെയ്യാൻ പോവുകയാണ്? ഇനി അതിന്റെ അടുത്ത വാക്യങ്ങൾ വായിച്ചേ, 10 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടിയും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാൻ പോവുകയാണ്. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശ കൈ ഉയർത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. ഹല്ലേലൂയ. എന്താ കാര്യമെന്നറിയാമോ? ഓരോ യുദ്ധങ്ങളും ജയിക്കുന്നത് നിന്റെ ശക്തി കൊണ്ടല്ല. ജയത്തിന് കുതിരകൾ വ്യർത്ഥമത്രേ. ഹല്ലേലൂയ. അവൻ കുതിരകളിലും പുരുഷന്മാരുടെ ഊരുക്കളിലും പ്രസാദിക്കുന്നവനല്ല. ഹല്ലേലൂയ. സൈനികരുടെ യഹോവ പ്രവേശിക്കാൻ നീ പറ. ഹല്ലേലൂയ. അവൻ പ്രവേശിക്കട്ടെ. അവൻ യുദ്ധവീരനായി പ്രവേശിച്ചു കഴിയുമ്പോൾ മോശയുടെ കൈ എപ്പോൾ ഉയർന്നു നിൽക്കുമോ അപ്പോഴെല്ലാം ആർക്ക് വിജയമാണ്? ആ ഇസ്രായേൽ മക്കൾക്ക് വിജയവും അമാലേക്കിന് പരാജയവുമാണ്. ഹല്ലേലൂയ. മോശയെ ഉൾപ്പെടർപ്പിൽ വെച്ച് ദൈവം വിളിക്കുമ്പോൾ അവനോട് പറഞ്ഞത്, നീ സ്കൂളിൽ പോയ സർട്ടിഫിക്കറ്റുകളെല്ലാം എടുക്കാനല്ല, മിസ്രയീമിൽ നിന്ന് നിനക്ക് കിട്ടിയ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും എടുക്കാനല്ല, നിന്റെ കയ്യിൽ ആ ഇടയന്റെ കൊടുത്തിരിക്കുന്ന ആ ഒരു ചെറിയ കഷണം വടിയുണ്ടല്ലോ, നീ ആ വടിയുമായിട്ട് പുറപ്പെട്. ദൈവത്തിന്റെ പൈതലേ, മോശയുടെ വടി എപ്പോൾ ഉയർന്നു നിൽക്കുന്നുവോ അപ്പോൾ അമാലേക്കൻ പരാജയപ്പെടുമെങ്കിൽ ഇതാ ഹൂരും യോശുവയും എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? അവൻ തളർന്നു പോകാതിരിക്കത്തക്കവണ്ണം അവന്റെ കൈകൾ താങ്ങി നിർത്തി യുദ്ധം ജയിച്ചുവെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, ഞാൻ നിങ്ങൾ കാഴ്ചക്കാരനായി വന്നിരിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാനല്ല, ഈ യുദ്ധം എനിക്ക് ജയിച്ചെങ്കിലേ മതിയാകൂ. ഹല്ലേലൂയ. അതിനുവേണ്ടി ഉയർത്തപ്പെടേണ്ട കരങ്ങൾ ഉയർത്തി നിർത്തുവാൻ നീ തയ്യാറാകുമെങ്കിൽ, പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയരുമെങ്കിൽ, ആരാധനയുടെ സ്തോത്രത്തിന്റെ കരങ്ങൾ ഉയരുമെങ്കിൽ ദുഷ്ടൻ പരാജയപ്പെടുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി അവൻ ചെയ്തെടുക്കുവാൻ മതിയായവനാണ്. യേശുവിന്റെ രക്തത്താൽ ജയം തന്റെ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ മതിയായവനാണ്. എന്നാൽ മോശ എന്തു പറഞ്ഞുവോ അതുപോലെ തന്നെ യോശുവ ചെയ്തു. ഹല്ലേലൂയ. ഈ അമാലേക്യനോട് ദൈവത്തിന് പ്രത്യേകമായുള്ള പരിഭവത്തിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ ജനം മരുഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ യുദ്ധം കണ്ട് ഭയപ്പെടരുതെന്ന് ദൈവത്തിന് വിചാരമുണ്ടായിരുന്നു. ഈ ജനം അവരെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചത് കൊണ്ട് ഇവന്റെ ആ വംശ പാരമ്പര്യത്തെ തന്നെ നഷ്ടപ്പെടുത്തണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ടാണ് ഒന്നാമത്തെ രാജാവായി ശൗലിനെ തെരഞ്ഞെടുത്തപ്പോൾ ദൈവം അവനോട് പറഞ്ഞത്, നീ അമാലേക്കിന്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയണമെന്ന്. അവൻ എന്ത് ചെയ്തു? ആടുകളിലും മാടുകളിലും ഏറ്റവും നല്ലതിനെയൊക്കെ ശേഷിപ്പിച്ചു. രാജാവായിരിക്കുന്ന ആഗാഗിനെയും ജീവനോട് പിടിച്ചുകൊണ്ട് വന്നത് ദൈവത്തിന് ഇഷ്ടപ്പെടാതിരുന്നു. എന്താ സംഭവിച്ചതെന്നറിയാമോ? നമ്മൾ നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ തെരഞ്ഞെടുത്ത ജനത്തിനെതിരായിട്ട് കടന്നു വന്ന ഹാമാൻ അവനൊരു അമാലേക്യനാണെന്ന് മനസ്സിലാകും. നിന്റെ ജീവിതത്തിലെ അമാലേക്യനെ നീ തകർത്ത് കളയേണ്ട സമയത്ത് യുദ്ധവീരനായ യഹോവയോട് ചേർന്ന് നിന്ന് നീ തകർത്താൽ നിന്റെ തലമുറകളെ അത് തകർക്കാതിരിക്കത്തക്കവണ്ണം നിനക്ക് വേലി കെട്ടി സൂക്ഷിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അമാലേക്യന്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയണമെന്ന് ദൈവം നിന്നോട് ആവശ്യപ്പെട്ടാൽ നിന്റെ വ്യക്തി ജീവിതത്തിലെ അമാലേക്യനെ നീ കൊല്ലുവാൻ കടപ്പെട്ടവനാണ്. ഹല്ലേലൂയ. നിന്റെ ആരാധനയ്ക്കെതിരെ ഉയർന്നു നിൽക്കുന്ന അമാലേക്യൻ, ഹല്ലേലൂയ, നിന്റെ നിഷ്ഠൂരമായ സ്വഭാവമാകുന്ന അമാലേക്യനെ നീ തകർത്ത് കളയണമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞാൽ നീ അത് ഏറ്റെടുക്കുവാൻ തയ്യാറുള്ളവനായിരിക്കണം. എന്താ കാര്യമെന്നറിയാമോ? അമാലേക്യന്റെ യുദ്ധതന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പുറകിലായിരിക്കുന്ന, നടക്കുവാൻ ബലഹീനരായിരിക്കുന്ന, ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവരെ പതിയിരുന്ന് ആക്രമിക്കുന്നവനാണ് ഈ അമാലേക്യൻ. സഭയിലും അത് ശരിയാണ്. ബിരുദ പഠിച്ച ആളുകൾ എവിടെയും നിൽക്കുവാൻ മതിയായവനാണ്. മര്യാദയ്ക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്ന
യുദ്ധവീരനായ യഹോവ നിനക്ക് മുന്നാലെ പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആടുകളുടെ വലിയ ഇടയനായ ക്രിസ്തു അവർക്ക് മുന്നാലെ നടന്നു പോകുന്നു. ആടുകൾ അവന്റെ ശബ്ദം തിരിച്ചറിയുന്നു. അവന്റെ ഉടയവനെ അവർ അനുഗമിക്കുന്നു. ഇതുപോൽക്കാലം ദൈവത്തിന്റെ വലുത് യുദ്ധവീരനായ യഹോവ നമുക്ക് മുന്നമേ പോകുന്നത്. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക്